കാര്യങ്ങളൊക്കെ കുഞ്ഞോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുടുംബം നോക്കാൻ മനസ്സുള്ള മക്കളെ കിട്ടണതും വലിയൊരു ഭാഗ്യം തന്നെയാണ്. പഠിച്ചോ നമ്മളെ മക്കൾക്കും മരുക്കൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ ആരോഗ്യ ആയുസ്സും കൊടുക്കട്ടെ. നമ്മളെപ്പോലത്തെ ഉമ്മാർക്ക് അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കാനല്ലേ പറ്റുള്ളൂ. മതിമ്മ, ഇനി കാക്കാടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ട് നിങ്ങളും കൂടി ഓരോന്ന് വരുത്താൻ നിൽക്കല്ലേ. കാക്കാടെ എല്ലാ ബുദ്ധിമുട്ടും നമുക്ക് മാറ്റിക്കൊടുക്കാം. കാലം കുറേ ആയില്ലമ്മ, കാക്ക നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെടണേ. കാക്ക പ്രവാസിയായിട്ട് അവിടെ കഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ അതേപോലെ മനസ്സുകൊണ്ട് സൽമാത്ത എവിടെയും ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് മതി ഇനി കാക്കാൻ്റെ ഈ പ്രവാസം എല്ലാം നിർത്തിയിട്ട് കാക്കാനോട് നമുക്ക് നാട്ടിലേക്ക് പോരാൻ പറയാം. ആ ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കുഞ്ഞോളെ. ആദ്യം അങ്ങനെ പറയാത്ത ദിവസം തന്നെ ചുരുക്കാണ്. പക്ഷേ കാക്ക അങ്ങനെ പെട്ടെന്നൊന്നും അവിടെ നിന്ന് ഒഴിവാക്കി പോരാൻ കൂട്ടേക്കണില്ല. കാക്കാക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കൂടാൻ പാകത്തിനായാൽ മാത്രമേ കാക്ക അവിടെ നിന്ന് ഒഴിവാക്കി പോരുള്ളൂ. അതിനൊക്കെ വഴിയുണ്ടതില്ലോ. ആ ഒരു കാര്യം പറയാനും കൂടിയിട്ടാ ഞാനും ഉമ്മ ഇപ്പൊ വന്നത് തന്നെ. എന്നാ പിന്നെ നമ്മൾ വന്ന കാര്യം കൊണ്ട് പറഞ്ഞാലോ കുഞ്ഞോളെ. അതറിയുമ്പോഴെങ്കിലും ഇമ്മാക്കും സൽമൂനും ഇവർക്കൊക്കെ ഒരിച്ചിരി സന്തോഷ സമാധാനം കിട്ടുകയാണെന്ന് വെച്ചാല് അതായില്ലേ. എന്താ കുഞ്ഞോളെ സൽമൂന് സന്തോഷം ഉണ്ടാക്കണേ? എന്ത് കാര്യം പറയാനപ്പോ നിങ്ങൾ വന്നെന്ന് പറഞ്ഞത്? പറയമ്മ, കാക്കാന്റെ എല്ലാ കഷ്ടപ്പാടും നമുക്ക് തീർത്തു കൊടുക്കണം. ഇനിയുള്ള കാലം കാക്ക സന്തോഷമായിട്ട് മക്കൾക്കും സൽമാത്താക്കും നമുക്കൊക്കെ ഒപ്പം നാട്ടിൽ ജീവിക്കുന്നത് നമുക്ക് കാണണം. ദിലിയോ, ഇജ്ജ് സൽമാത്താനൊന്ന് വിളിക്കോ? ആ, ഞാൻ ഇപ്പൊ വിളിക്കാം. എന്റെ ഫോൺ അടിക്കണ്ടല്ലോ. ഞാൻ ആരിസ്ക്ക് വിളിച്ചാണല്ലോ. ആദ്യാണല്ലോ അമ്മ. ഹലോ, എന്താ ആദി? എന്ത് കാര്യം? കാക്കാടെ കാര്യോ? കാക്കാക്കെന്തേ? ആദ്യ ഞാന് നമ്മളെ വീട്ടിലാടാ. ഞാനും ഉമ്മയും കൂടി കുറച്ചു നേരം മുന്നേ അങ്ങോട്ട് വന്നതാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കുഞ്ഞോളെ, എന്താ ഓൻ പറഞ്ഞേ? ഒന്നുമില്ലമ്മ. അതെ, ആരിസ്ക അവിടുത്തെ കടയിലേക്ക് ഒരാളെ നോക്കാൻ വേണ്ടിയിട്ട് അതിനോട് പറഞ്ഞിരുന്നു. ആ കാര്യം പറയാണ്. ആ പറയടാ. പിന്നെ കേൾക്കാല്ലേടാ, അവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട് തോന്നുന്നു. ഹലോ ഹലോ തന്നെ. എന്നാ പിന്നെ അത് മുറ്റത്തേക്ക് പോയേക്ക്, അല്ലെങ്കിൽ അങ്ങോട്ട് മാറിപ്പോയിക്കോ. ചിലപ്പം റൂമിൽ നിന്ന് മാറിയാ റേഞ്ച് കിട്ടിക്കോളൂ. അങ്ങോട്ട് പോയേക്ക്. ആ, ഞാൻ ഇപ്പോൾ വരട്ടാ. ആദ്യേ ഞാൻ മോൾക്ക് പോട്ടെട്ടാ. മോളുടെ റൂമിലെത്തിൻ്റെ ശേഷം പറയാം. അല്ല റസിയ, ആസിഖിനെ കുറിച്ചിട്ട് എന്തോ പറയാന്നല്ലേ ഓള് ഫോണിൽ ആദ്യം പറഞ്ഞത്? ആഷിഖിനെ കുറിച്ചിട്ടെന്നല്ല, ആരിസിനെ കുറിച്ചിട്ടെന്നാ പറഞ്ഞത്. ആരിസേ അവിടുത്തെ കടയ്ക്ക് ഒരാളെ നോക്കാൻ വേണ്ടിയിട്ട് അതിനോട് പറഞ്ഞിരുന്നു. ആ കാര്യം എന്തോ പറയാൻ വേണ്ടിയിട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ആണല്ലേ? ഞാൻ ആകണ്ട് ബേജാറായിപ്പോയി. അല്ലെങ്കിലോ അന്യ നാട്ടിൽ കിടക്കണ മക്കളെ പേരും പറഞ്ഞാണ്ടേ ആര് വിളിക്കണ കേട്ടാലും നെഞ്ഞിക്കൂടെ ഒരു കാളലാണ്. നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. ഇത് കടയത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ഓളെ വിളി കഴിഞ്ഞ് വരട്ടെ. പഠിച്ചോനെ, ആഷിഖിൻ്റെ കാര്യം എന്താ പറയുന്നതാണല്ലോ ആദ്യം വിളിച്ചിട്ട്. എന്താ കാര്യമാണാവോ? ഒരു കുഴപ്പമില്ലാണ്ടിരുന്നാൽ മതിയാണ് ഉറപ്പേ. സൽമാന്റെ ഇപ്പൊ വരട്ടെ. അല്ലെ കുഞ്ഞോളെവിടെ? ഓളതാ ആദ്യയുടെ ഫോണ് വന്നിട്ടേ കേൾക്കാഞ്ഞിട്ടാണ്ട് പുറത്തേക്ക് പോയിക്കണേ. ഓനെ എവിടേക്ക് പോയതാ കുട്ടിയെ? അർജന്റായിട്ട് ഏതൊരു ഫ്രണ്ടിനെ കാണുന്നു പറഞ്ഞിട്ട് പോയതാമ്മ. അല്ല, എന്തിനാ ആദ്യം വിളിച്ചിരുന്നു കുഞ്ഞോൾക്ക്? അതെ,
ആദിനോട് ആരിസ് കടയൊക്കെ ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഓന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിരുന്നു. അതിനെ കുറിച്ചിട്ട് എന്തോ പറയാൻ വിളിച്ചാ തോന്നണ്. ഇവിടുന്ന് കേൾക്കാണ്ടായപ്പോഴേ കുഞ്ഞോളെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. ആ അത് ശരി. എന്റെ അമ്മ എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞതിലോ? ഞാനല്ല സെൽമുവോ, കുഞ്ഞോൾക്ക് എന്നോട് എന്തോ പറയാണ്ട് എന്ന് പറഞ്ഞിട്ട് ഓള് വിളിക്കാൻ പറഞ്ഞതാണ്. അപ്പോതിനാണ് ഓൾക്കൊരു ഫോണ് വന്നത്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് വരട്ടെ. ആ ഓളെ വിളി കഴിഞ്ഞാൽ വിളിക്കിട്ടുന്നതിലോ? ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, പൊടി ഇട്ട് കണ്ട് വരാം. സൽമാത്തോടെ എന്നോളി, ചായ ഞാൻ ഉണ്ടാക്കിക്കോളാം. ആ എന്നാ ചെല്ലേ, വെള്ളത്തിൽ ഞാൻ മധുരം ഇട്ടിക്കണിട്ടതിലോ? ഇനി പാകത്തിനുള്ള പൊടി ഇട്ടാൽ മതി. ആയിക്കോട്ടെ. ഇജിങ്ങോട്ട് ഇരിക്ക് സെൽമുവോ, നമുക്ക് വെറുതെ ഒന്നും രണ്ടും പറഞ്ഞിരിക്കാലോ. ആ ഞാൻ ഇരുന്നോളാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യല്ലേ? തൽക്കാലം ഇപ്പോ അതുവരെ കാര്യങ്ങളൊന്നും ആരോടും പറയണ്ടല്ലോ. വേണ്ട വേണ്ട, ഒരു കാരണവശാലും ഉമ്മി സൽമാത്തൊന്നും തരണ്ട. ദീനോട് ഞാൻ വീട്ടിലെത്തിട്ട് പറഞ്ഞോണ്ട്. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ ഞാൻ ഓലോടൊക്കെ എന്താ പറയാന്ന് ആലോചിക്കണത്. ഗോൾഡിന്റെ കാര്യം ഞാൻ ഓലോട് പറയാൻ നിൽക്കുമ്പോഴാ എന്റെ കോള് വന്നത്. തൽക്കാലം ഇപ്പൊ ഈ എന്തേലൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യ, അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും ശരിയാവൂല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇജ് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പാപ്പ എന്നെ വിളിച്ചറിയിക്കണേ. ആടി ഞാൻ വിളിക്കാം. അല്ല, ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേന് എനിക്ക് പോവോ? ആടെ ഞങ്ങൾക്ക് മരുഭാകുമ്പോഴത്തേന് പോണം. അവിടെ അഭ്യാത്യം കുട്ടികളും ഒറ്റക്കാണ്. പോണ വഴിക്ക് ഇമ്മാനോട് ഈ കാര്യങ്ങളൊക്കെ പറയും വേണം. ഇനിയിപ്പോൾ അധികം ഇവിടെ നിൽക്കാണ്ട് ഉമ്മാനായിട്ട് വേഗം ഇറങ്ങാൻ നല്ലത്. നോക്കടി, നെയ്യ് പോയിക്കോ. ഞാൻ എത്തുമ്പോഴത്തേന് ഇച്ചിരി കൂടി വേഗം. ശരി എന്നാ, ഈ ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കട്ടാ. ഓക്കെ. കുഞ്ഞോളെ, ആ ഇജിവിടെ ഉണ്ടായിരുന്ന ജനാടനെ? ഞങ്ങൾക്കുള്ള ചായ ഉണ്ടാക്കിയിരുന്നു. എന്തായി, കടയ്ക്ക് ആളെ സെറ്റായാ? കടയിൽക്കോ? ഏത് കടയിൽക്ക്? എന്റെ ഉമ്മ പറഞ്ഞേ ആദ്യം കടയിൽക്ക് ആരിസ് ഏതൊരാളെ നോക്കാൻ പറഞ്ഞിക്കണമെന്നോ, അതിനെ കുറിച്ച് പറയാൻ വിളിച്ചതാണെന്നോ എന്തോ. അപ്പൊ അല്ലേ പിന്നെന്തിനാ വിളിച്ചേ? ആ അത് അതിന് വിളിച്ചത് തന്നെ. ഒരാളെ കിട്ടിയിട്ടുണ്ട് അത്രേ. ഇനിയിപ്പോ ആരിസ്ഖാനോട് പറയണം. അല്ല, മറ്റേ കാര്യം എന്താ? ജൈനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഏത് കാര്യം? അത് ശരി, ഇജി കാക്കാന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിട്ടുള്ള എന്തോ പരിഹാരമുണ്ട്, സൽമാത്താനെ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇന്നവിടുന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ എന്ത് കാര്യമെന്നോ? അല്ല ദിലോ, ഇജി സൽമാത്താനോടെ ഞാൻ അങ്ങനൊക്കെ പറഞ്ഞെന്ന് എങ്ങാനും പറഞ്ഞാ? ഇല്ല. എന്തേ? ഹൗ അല്ല, എന്താ കാര്യം കുഞ്ഞോളെ? ഇജി ഇപ്പോഴും അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. സൽമാത്തവിടെ കാത്തൊക്കെയുണ്ട്. ഇജി പറയല്ലട്ടാ, ഞാൻ ഈ ചായ എടുത്ത് വെച്ചിട്ട് വരാം, എന്നിട്ട് പറയാം. നിക്കങ്ങനെ പ്രത്യേകിച്ച് സൽമാത്താനോട് വെച്ചിട്ടൊന്നും പറയാനില്ലേടി. പിന്നെ കാക്ക കൊറേ ആയില്ലേ അവിടെ തന്നെ ഈ ഒരു പണിയിൽ കിടന്ന് ഇടങ്ങറാവണേ. അപ്പൊ സൽമാത്താനോട് പറഞ്ഞിട്ടാണെങ്കിലും കാക്കാനെ അതൊക്കെ കൊണ്ട് ഒഴിവാക്കിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടേ സൽമാത്താനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞതാ. അല്ലാതെ പ്രത്യേകിച്ചിട്ട് സൽമാത്താനോടൊന്നും പറയാനൊന്നുമില്ല. പിന്നെ അത് പറയാനാണല്ലോ ഇപ്പൊ എന്റെ ഉമ്മാനൊക്കെ കൂടി ഇത്ര കഷ്ടപ്പെട്ട് വന്നത്. ഇത് വേറെ എന്തോ ആണ്. ഉമ്മാനായിട്ട് ഞാൻ അയച്ചിട്ട് വന്നതല്ല, നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ. ഇജ് വായോ, ഞങ്ങൾക്ക് പോണടി. മരുഭാകുമ്പോത്തിന് ആഭ്യാത്യം കുട്ടികളവിടെ ഒറ്റക്കാണ്. നിക്ക്, ചായ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ അത് കുടിച്ചിട്ട് പോവാ. അല്ല കുഞ്ഞോളെ, ആദ്യം എന്തിനാ വിളിച്ചത്? അത് കടയൊക്കെ ഒരാളാ നോക്കാൻ ഞാൻ പറഞ്ഞില്ലേ. ഞാനാണ്ട് വിശ്വസിച്ച്. എന്റെ പെണ്ണെ, ചൂടുള്ള ചായയാണ് ഇരിക്കണത് ട്ടാ. ഈ വെറുതെ എന്റെ മുന്നിൽ കിടന്ന് ഉരുളാൻ നിൽക്കണ്ട. അന്റെ ഈ പതർച്ച കണ്ടപ്പോഴേ എനിക്ക് തോന്നിക്കണ് എന്തൊക്കെ കളത്തറി ഒളിക്കുണ്ട്. സത്യം പറ, എന്താ കാര്യം? ശബ്ദം ഉണ്ടാക്കല്ലേ ഇജ്. ഓർക്കനെ പറഞ്ഞിട്ട് ഇനി ആരെ അറിയിക്കാൻ നിൽക്കല്ലേ. ടെൻഷൻ ആവാനൊന്നുമില്ല. കാക്കാക്ക് പ്രശ്നമൊന്നുമില്ല. കാക്കാക്ക് പ്രശ്നമൊന്നുമില്ലാന്നോ? അല്ല, അപ്പൊ ആദ്യം കാക്കയുടെ കാര്യം എന്തെങ്കിലും പറയാനാണ് വിളിച്ചത്?
സത്യം പറ കുഞ്ഞോളെ, എന്താടി, എന്താ പ്രശ്നം? പ്രശ്നമൊന്നും ഇല്ല എൻ്റെ ദിലിയോ. ഇജ് ടെൻഷൻ ആവാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാണ്ട്. അതൊക്കെ ആദ്യം വന്നിട്ട് എന്നോട് സാവധാനം പറഞ്ഞോളൂ. നമ്മൾ രണ്ടാളും ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടുകാണ്ട് സൽമാത്ത വന്നാൽ പിന്നെ ഒക്കെ കയ്യിൽ നിന്ന് പോവും. പ്ലീസ് എടി, ഇജ് പിന്നോടൊന്നും ചോദിക്കല്ലേ, ആദ്യം എന്നോട് പറയൂ. എന്തൊക്കെയാ കുഞ്ഞോളെ ജി പറഞ്ഞത്? അല്ലെങ്കിലോ സൽമാത്താനെ കാക്ക ഹോസ്പിറ്റലായ കാര്യം അറിയിക്കാണ്ട് എങ്ങനെയോ ടെൻഷൻ അടിച്ച് നടക്കുക ഞാനും ആദ്യമൊക്കെ. അതിൻ്റെ കൂടെ ഇപ്പം ഇയും കൂടി ഇങ്ങനെ പറയുമ്പോൾ എന്താ കാര്യമോ? ഇനിയിപ്പോൾ ആദ്യം വന്നല്ലാണ്ട് ഇപ്പോൾ ഒരു സമാധാനം കിട്ടൂല. എന്താ കാര്യം എന്നൊന്ന് പറയടി. ഇജി നേരത്തെ പറഞ്ഞ പോലെ കാക്കയുടെ എല്ലാ പ്രശ്നങ്ങളും ഇന്നത്തോടെ തീർക്കാന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാനും ഉമ്മാനെയും കൂട്ടി വന്നതൊക്കെ. പക്ഷെ ഇപ്പൊ ആദ്യയുടെ ഫോണ് വന്നപ്പോ ആ തീരുമാനം ഒന്ന് മാറ്റേണ്ടി വന്ന്. എന്തൊക്കെ ഇജി പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇജ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രി ആദ്യം വന്നിട്ട് എന്നോട് പറഞ്ഞോളൂ. ഇജി വായോ, ഇവിടെ നമ്മൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി സൽമാത്താക്ക് എന്നൊരു സംശയം തോന്നണ്ട. ദിലോ, ആ നിങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ടായിരുന്നാ? ചായയിൽ പൊടിയിടാൻ വന്ന ഇവളെന്താ കാണാത്ത വിചാരിച്ചു ഞാന്. ഞങ്ങൾ അങ്ങോട്ട് വരാൻ നിൽക്കേണ്ടിരുന്നു സൽമാത്ത. അപ്പോഴാ ദിലു ഇവിടെ ചായ ഇടുന്നത് കണ്ടത്. ഞങ്ങളെ പോവാൻ നോക്കട്ടെ, മരുഭാഗാകുമ്പോത്തിനെ ആഭ്യാത്യം കുട്ടികളും അവിടെ ഒറ്റയ്ക്കല്ലേ. അല്ല, അനക്ക് എന്നോട് എന്തോ പറയാണ്ടെന്ന് പറഞ്ഞല്ലോ ഇവരൊക്കെ. എന്താ കുഞ്ഞോളെ? ഏയ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല സൽമാത്ത. സൽമാത്താൻ അങ്ങനെ ഒന്ന് ടെൻഷനോടെ കണ്ടപ്പോഴേ എനിക്കെന്തോ മനസ്സിന് വല്ലാത്ത പോലെ. അപ്പൊ പോവും മുന്നേ കുറച്ചേരം സൽമാത്താനോട് വർത്തമാനം പറഞ്ഞിരിക്കാലോ എന്ന് വിചാരിച്ച് വിളിപ്പിച്ചതാ. സൽമാത്ത അങ്ങനെ ടെൻഷൻ ആവല്ലേ. ഇങ്ങനെ ടെൻഷനായിട്ടുള്ള സൽമാത്താനെ കണ്ടിട്ട് പോയാ എനിക്കൊരു സമാധാനം ഉണ്ടാവൂല. എനിക്ക് കുഴപ്പമൊന്നുമില്ലടി. പിന്നെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചപ്പോ ഇജ്ജത് ആലോചിച്ച് ടെൻഷനാകൊന്നും വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും ഇപ്പൊ എപ്പോഴും സന്തോഷമായിട്ടിരിക്കേണ്ട സമയമാണ്. ഞങ്ങളെ സന്തോഷവും ധൈര്യമൊക്കെ ഞങ്ങളെ സൽമാത്തല്ലേ. ആ സൽമാത്ത എങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും എന്ത് സന്തോഷം ഉണ്ടാവാനാ, അല്ലതില്ലോ? അത് പിന്നെ പറയണ്ടേ കുഞ്ഞോളെ, ഞാൻ അവിടെ വന്ന സമയം തൊട്ടേ സൽമാത്തനെ ഞാൻ എൻ്റെ മൂത്തച്ഛയായിട്ടല്ലേ കണ്ടിട്ടുള്ളത്. ഇവിടുത്തെ ഉമ്മാക്ക് കൊടുക്കണേ അതേ സ്ഥാനത്തിൽ തന്നെ സൽമാത്താനെ ഞാനും കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ കുഞ്ഞോളും അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് സൽമാത്താന്റെ കണ്ണ് നിറഞ്ഞാലും മനസ്സ് വേദനിച്ചാലും ഞങ്ങൾക്ക് രണ്ടാൾക്കും പിന്നെ ഒരു സന്തോഷം ഉണ്ടാവൂല എന്ന് പറഞ്ഞത് നേരെന്നാ. അതെ സൽമാത്ത, ആ സൽമാത്ത ഇങ്ങനെ നേരത്തിന് ഭക്ഷണമില്ല ഉറക്കില്ലാണ്ട് എന്താ കോലപ്പോ ഇങ്ങനെ കണ്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് സമാധാനം ഉണ്ടാവുക? സൽമാത്ത നേരത്തിന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉഷാറാവും. കാക്കാക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ബേജാറാവണത്? കരയല് സൽമാത്ത. ആദ്യ കാക്കാക്ക് വിളിച്ചപ്പോ ഒരു കുഴപ്പമില്ല അത്രേ. അത് സാധാരണ ഒരു കഫക്കെട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പ ചുമച്ചും കൊണ്ട് സൽമാത്താനോട് വർത്താനം പറഞ്ഞതുകൊണ്ടാ താത്താക്ക് എന്തൊരു ഇടങ്ങറ് പോലെ തോന്നിയത്. വേറെ കുഴപ്പമൊന്നുമില്ല. കാക്കാക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. സൽമാത്ത സമാധാനമായിട്ടിരിക്കുക. പിന്നല്ലാണ്ട് നമ്മളെ കാക്ക സ്ട്രോങ് അല്ലേ. സൽമാത്താക്കാണ് ബേജാറ്. കാക്കാക്ക് ഒരു കുഴപ്പമില്ല സൽമാത്ത. അങ്ങനെ തന്നെ ആവട്ടെ മക്കളെ. ഓരോ തവണ പോവാൻ നേരത്തും പാസ്പോർട്ട് എടുത്തിട്ട് ആ കയ്യിൽ കൊടുക്കുമ്പോഴേ മനസ്സുരുക്കി പഠിച്ചവനോട് പറഞ്ഞതാ, ഒരു പോറല് ഏൽപ്പിക്കാണ്ട് എനിക്ക് തിരിച്ചു കൊടുത്ത് തന്നെ റബ്ബേ. തിരിച്ചു വീട്ടിലെത്തും വരെ ആ ഒരു പ്രാർത്ഥന എന്നെ മക്കളെ എപ്പോഴും എൻ്റെ മനസ്സിൽ. ഇന്നത്തെ കാക്കാന്റെ വിളി വർത്താനം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചുമക്കപ്പാടി കണ്ടപ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്ക്കണില്ല. അല്ലച്ചാ, നിങ്ങളൊന്നും കാണിക്കേ ഞാൻ എൻ്റെ സങ്കടം ഒരിക്കലും ഇങ്ങനെ കരഞ്ഞു തീർക്കുമായിരുന്നില്ല. എന്റെ സൽമാത്താന്റെ ഒരു പ്രാർത്ഥനയും പടച്ചോ വേണ്ടാന്ന് വെക്കൂല. സൽമാത്ത എങ്ങനെ ഓരോന്ന് ആലോചിച്ച് ടെൻഷനായിട്ട് അസുഖമൊന്നും വരുത്താതിരുന്നാൽ മാത്രം മതി. ഏയ് നിക്ക് കുഴപ്പമൊന്നുമില്ലടി. ഇജ് അതാലോചിച്ച് ബേജാറാവണ്ട. അല്ലതില്ലോ ഓൾക്ക് ചായ കൊടുക്കണ്ടേ? ആ ഇമ്മ കുറെ നേരം അങ്ങനെ അരിപ്പിരിക്കൽ തുടങ്ങിയിട്ട്. ആ ചായ എടുത്ത് വെച്ചിരിക്കണം സൽമാത്ത. ഞാൻ ബേക്കറിയും കൂടി എടുക്കട്ടെ, ഇപ്പൊ എടുക്കാം. ആ ഇന്ന ജിമ്മാനെ വിളിച്ചു കുഞ്ഞോളെ, ഞങ്ങൾ ചായ എടുത്തേക്കട്ടെ. ചെല്ലു. ഓള് അടുത്ത മാസം ആദ്യം പോവും. ഓളെ മൂത്ത കുട്ടീനെ അവിടെയല്ലേ പഠിപ്പിക്കണത്. രണ്ടാമത്തേന്റെ പ്രസവമായതുകൊണ്ട് ഇങ്ങോട്ട് പോന്നതല്ലേ. ഇന്നാ തന്നെ ഇപ്പൊ അവിടെ സ്കൂളിലൊക്കെ ലീവൊക്കെ പറഞ്ഞിട്ട് പോന്നതാണ്. അടുത്ത മാസം ആദ്യമായിട്ടാണ് ചെല്ലണം എന്നാ പറഞ്ഞിരിക്കണത്.
ആ പെമ്മക്കളെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൽക്കൊക്കെ ഓൽതായ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയില്ലേ. എന്തായാലും ഓലൊക്കെ സന്തോഷത്തിലാണല്ലോ, അതന്നെ അമ്മക്കൊക്കെ വലുത്. അല്ലമ്മ, വർത്താനം പറഞ്ഞിരിക്കന്നെ, നമുക്ക് പോണ്ടേ? സൽമാത്തിന്റെലും കൂടി അത് ചായ ഒക്കെ എടുത്തുക്കണ്. ആ ചായ ഒക്കെ കുടിച്ചിട്ട് ആക്കത്തിന് പോവാലോ. അല്ല എന്തായി, കടയൊക്കെ ആളെ കിട്ടിയാ? ആ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് അത്ര. ഇനിയിപ്പോ ആരിസ് കാക്കാട് പറഞ്ഞിട്ട് മോനക്ക് വിളിച്ചോളൂ. ഇനി ഉമ്മ വരി, എന്നാല് ചായ കുടിച്ചങ്ങാണ്ട് നമുക്ക് പോവാൻ നോക്കുക. അപ്പോ സൽമാത്താനോട് പറയണ്ടേ കുഞ്ഞോളെ? ഞാൻ പറഞ്ഞാലൊന്നും സൽമാത്ത ചാടിക്കാതെ വിടൂലമ്മ. നിങ്ങൾ നീക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി പോണ വഴിക്കൊക്കെ പറയാം. ആ അല്ല കുട്ടിയെ, ഇജല്ലേ സെൽമൂനോട് ഏതാണ്ടൊക്കെ പറയാണ്ട് എന്ന് അറിഞ്ഞത്. ഓട് ഇത്രയും നേരം ഇവിടെ ഇരിക്കായിരുന്നു, ഇത് വിളിച്ചോ? അത് ഞാൻ പറഞ്ഞിമ്മ, അത് പ്രത്യേകിച്ചൊന്നുമില്ല. സൽമാത്താൻ അന്ന് ഇങ്ങനെ സങ്കടത്തോടെ കണ്ടപ്പോഴേ പോണതിന്റെ മുന്നേ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാലോ എന്ന് വിചാരിച്ചതാ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ആദ്യം വിളിച്ചപ്പോ പറഞ്ഞ് ഓൻ കാക്കാക്ക് വിളിച്ചിരുന്നത്രേ. കാക്കാക്ക് ചെറിയൊരു കഫക്കെട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലാന്ന്. അത് ഞാൻ സൽമാത്താനോട് പറഞ്ഞിട്ടുണ്ട്. ആണാ? എന്നാ പിന്നെ അത് മതി. നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ ഓൾക്കൊരു സമാധാനാവും. എന്തായാലും എൻ്റെ കുട്ടിക്ക് അവിടെ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് കേട്ടല്ലോ, അൽഹംദുലില്ലാ. എന്നാ പിന്നെ നമുക്ക് ചായ കുടിച്ചും കണ്ട് പോവാൻ നോക്കമ്മ. വരി. ആ എന്നാ ചെല്ലി റസിയ, പോയി ചായ കുടിച്ചോളി. ആ മക്കൾ എടുത്തച്ചതല്ലേ, ചെല്ലി. ആ പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും സഹോദര ബന്ധവും ഓരോ മനുഷ്യരിലും ഒരുപോലെ ഉണ്ടാകുന്ന ഒന്നല്ല. തളരുമ്പോൾ താങ്ങായി നിൽക്കേണ്ടവരാണ് കൂടപ്പിറപ്പുകൾ. ആഷിഖിന്റെ തളർച്ചയിൽ ഈ രണ്ട് കൂടപ്പിറപ്പുകൾ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കുമെന്നറിയാതെ സൽമയും ഉമ്മയും കഥയറിയാതെ ആട്ടം കാണുന്നു. കനിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കനിവിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ മാസലാമ.